ഗായ്സ് ഇന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറാണേ. ഇന്ന് പിള്ളേരെല്ലാം അവധിയല്ലേ, ഇന്നലത്തെ മുഹറത്തിൻ്റെ അവധി ഇന്നാണല്ലോ പിള്ളേർക്ക് വീട്ടിൽ. അന്നേരത്തേക്കും പിള്ളേർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കങ്ങ് സെറ്റാക്കിയേക്കാം. പിള്ളേരെന്നെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയായിപ്പോയില്ലേ. അപ്പോൾ വേണ്ടേ നമ്മൾ 3 പൊതി. ഇന്ത പെരിയല റയാൻകുട്ടന്, ഇന്ത ചിന്നയില പാറക്കുട്ടിക്ക്, ഇന്ത പെരിയല എനിക്ക്. അപ്പം മറ്റുള്ള നമുക്ക് പറ്റിക്കാം, അവിടെ എൻ്റെ ഇലക്കകത്ത് നമുക്ക് കൊടുക്കാം. അപ്പം നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് കണ്ടാലോ എന്തെല്ലാം വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറിയ ഒക്കെ ഉണ്ട്. കണ്ടാലോ? ഓക്കെ, നമുക്ക് പൊതി കെട്ടാം. ചോറ് പാറവിന് റയാൻ ഇത്രയും ചോറ് പാറക്കുട്ടിക്ക് നല്ല ചമ്മന്തി ഇപ്പം അരച്ച് ഇപ്പം ഉണ്ടാക്കിയ ചമ്മന്തി കേട്ടോ. നല്ല പത്തിലിമുളകും ഉള്ളിയും എല്ലാം കൂടെ വറുത്ത്, ഇഞ്ചിയും കരിയാപ്പിലയും ഉപ്പും പിന്നെ വാളംപുളിയും എല്ലാം കൂടെ അരച്ചതാണ്. പിന്നെന്താണ്, നല്ല മീൻ വറുത്തത്. ഹലോ, ഞാൻ വിളമ്പിക്കോളാം. മീൻ വറുത്തത്, നല്ല കപ്പളങ്ങ തോരൻ. കറി എടുക്കാൻ മറന്നു. കപ്പളങ്ങ തോരൻ അത് പിള്ളേർക്ക് സെറ്റാക്കാം. നല്ല ബീഫ്, രാവിലത്തെ ബീഫ് കറി ഞാനത് വരട്ടിയെടുത്തു. ഇത് ഒരാളിവിടെ തീറ്റയും തുടങ്ങി, കല്ലിക്കുട്ടി. നല്ല ബീഫ് പൊതി കെട്ടിയാലോ? ഒരു മിനിറ്റ് ഒന്ന് കട്ടാക്കി കൈ ഒന്ന് കഴുകിയിട്ട് വരാം. അതെ, ഞാൻ കൈ കഴുകിയിട്ട് വന്നേ. നമുക്കിതൊന്ന് പൊതിഞ്ഞു വെക്കാം, എന്നിട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കഴിക്കാം. പൊതിച്ചോറുണ്ടല്ലോ എന്നും പറഞ്ഞ് വിഷമം വേണ്ട. പാറക്കുട്ടി ആ പേപ്പർ ഇങ്ങനത്തെ റയാൻ കൂട്ടാനുള്ള ചോറാണ്. അപ്പം ഞങ്ങൾ കഴിക്കാറാകുമ്പോൾ ഇനി കാണിക്കാം കേട്ടോ. എന്നാൽ ശരി, ഓക്കെ, ബൈ, ഹാപ്പി ലഞ്ച്. ഗായ്സ്, ഞങ്ങൾ പൊതിച്ചോറ് തുറക്കാൻ പോവാണ്. ഉച്ചക്കത്തേക്ക് കഴിക്കാൻ പോവാം. 2 മണിയായി സമയം. അന്നേരം നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. ഇങ്ങനെ വെച്ചാൽ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി. ഇച്ചിരി ബീഫും തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്. ഇമ്പറത്തെ സൈഡിലോട്ട് മാറ്റാം. ഇച്ചിരി ചമ്മന്തി, കപ്പളങ്ങ തോരൻ. എൻ്റെ വായിക്കകത്തുനിന്ന് വെള്ളം വരുന്നു. മീൻ വറുത്തത്. ഇത് കഴിച്ചാലോ? അപ്പം സൂപ്പറാട്ടോ. അതൊരു വികാരം തന്നെയാണ്. എത്ര നാളായി ഞാനും സ്കൂളൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഉച്ചയാവാൻ വേണ്ടി കാത്തിരിക്കും. സൂപ്പർ. ഇത് റയാൻ ഇവിടെ ഇരിപ്പുണ്ടോ? റയാൻ തുറക്കടാ. തുറക്ക്. അടിപൊളി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എല്ലാ കറികളും. ചമ്മന്തി ഒരു രക്ഷയില്ല, പൊളിച്ചിട്ടുണ്ട്. മീൻ വറുത്തതും അച്ചാറില്ലായിരുന്നു. എങ്ങനെയുണ്ട് റയാനെ?
ഓക്കെ.